എത്ര മാറ്റം വന്നു? ഇപ്പോൾ 75,000-80,000 രൂപയുടെ മാറ്റം വന്നു മാർക്കറ്റ് റേറ്റിന്. ഏകദേശം അതിനേക്കാൾ കൂടിയും കുറച്ചും ഇതാവും അല്ലേ? ഓക്കെ. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും, ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടുന്ന വണ്ടി. ഡീസൽ എക്കോ സ്പോർട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. 8 രൂപേൻ്റെ ഉള്ളിലാണെങ്കിൽ 2 years വാറണ്ടി കിട്ടും. ഓക്കെ, നിങ്ങൾ അഡീഷണൽ എടുത്താൽ എന്നാലും ലാഭമാണ്. എന്നാലും നിങ്ങൾ ഓർമ്മ എടുക്കുന്നതിനേക്കാൾ ലാഭമാണ്. ഇയർ എൻഡിങ് സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് മേരാക്കസാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് മുന്നേ, ഒരു 4 മാസങ്ങൾക്ക് മുന്നേ ഇവരുടെ കൊടുവള്ളി ഷോറൂമിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വീഡിയോ ഇറക്കി അത്രയും സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലായിരുന്നു വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇറക്കി പിറ്റേന്ന് തന്നെ ഏകദേശം നമ്മൾ 15ഓളം വാഹനങ്ങൾ കാണിച്ചിരുന്നു. 14ഓളം വാഹനങ്ങൾ പിറ്റേന്ന് തന്നെ ഫുൾ സെയിൽ ഔട്ടായി. അതുപോലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഏകദേശം സെഗ്മെൻറ്റ് വാഹനങ്ങൾ, കോമ്പാക്ട് SUV, ഹാഷ് ബാക്ക് തുടങ്ങിയ വാഹനങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഡീസൽ, പെട്രോൾ എല്ലാം തന്നെ ഉണ്ട്. മേരാക്കാസ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ്. കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ വെസ്റ്റ് ഹിൽ അത്താണിക്കൽ എന്ന സ്ഥലത്താണ് മേരാക്കാസിൻ്റെ ഷോറൂം വരുന്നത്. കൂടുതൽ കോൺടാക്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താ അർജുനെ സ്വാഗതം ചെയ്യാം. ഹായ്. അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലാണ്. ഡിസ്കൗണ്ട് എല്ലാത്തിനും വില കുറച്ചിട്ടുണ്ട്. എല്ലാത്തിനും വില കുറച്ച്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു 48 മണിക്കൂർ ടൈം പീരീഡ് ഒക്കെ വെച്ചിരുന്നു. ഇപ്പോൾ അതില്ലല്ലോ? അതില്ല. ഓക്കെ, സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അല്ലേ? എല്ലാം ഫൈനൽ റേറ്റ് തന്നെ നമ്മൾ പറയാൻ, എല്ലാത്തിനും ഫൈനൽ റേറ്റ് അല്ല. എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, വേറെ ബാർഗൈനിങ് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ വേണ്ടി കാര്യങ്ങളുണ്ട്, അഡീഷണൽ പേ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? അഡീഷണൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അങ്ങനത്തെ വണ്ടികൾക്ക് അതിനനുസരിച്ചുള്ള മോഡലുള്ള വണ്ടികൾക്ക് അഡീഷണൽ വാറണ്ടി എടുക്കാം. പക്ഷേ ഇപ്പോൾ പറയുന്ന പോലെ ഫൈനലാണ്, എല്ലാത്തിനും ഫൈനൽ റേറ്റ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. നമ്മുടെ ഫാമിലി ഏകദേശം 6 ലക്ഷത്തിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്നാവാൻ നിങ്ങളുടെ ഹെൽപ്പ് കൂടെ വേണം അല്ലേ? ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ? നമുക്കിത് ആദ്യത്തെ വാഹനത്തിൽ തുടങ്ങാം. ഹോണ്ടയുടെ ജാസ് ആണ് ആദ്യ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 സെക്കൻഡ് ഓണർ, 73,000 കിലോമീറ്ററുടെ വി ഓപ്ഷൻ ആണ്. ഇതിന്റെ മുകളിൽ VX ആണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന വി ഓപ്ഷൻ ആണ്. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരും. VX-ലേക്ക് വരുമ്പോൾ എന്താ സൺറൂഫ് ആണോ മാറ്റം വരുന്നത്? 17 പുഷ് ബട്ടൺ. ഓക്കെ, 17 സൺറൂഫ് വരുന്നത്, ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയത്? ഇത് 73 സംതിങ് ഓടിയിട്ടുണ്ട്. 73,000 ഓടിയ ഹോണ്ടയുടെ പെട്രോൾ. ഇത് പെട്രോൾ എഞ്ചിനാണ്. കാര്യമായിട്ടൊന്നും പേടിക്കാനില്ല. പ്രോപ്പർ സർവീസ് ചെയ്ത് പോയതാണെങ്കിൽ, ഞാൻ പേഴ്സണലി ഒരു ഹോണ്ട പെട്രോൾ യൂസറാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോയല്ലോ? കറക്റ്റ്. ഓക്കെ, മൈലേജ് എന്ന് വെച്ചാൽ ഒരു 12 മുതൽ ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിനാണ്ട് ഫ്രണ്ട് തന്നെ കഴിഞ്ഞ മാസം ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഈ സെയിം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ജാസ് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2017 വാഹനം അല്ലേ? മേജർ ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? 490 ഫിക്സ്ഡ് റേറ്റ് ആണ്. അതിൻ്റെ ഫൈനൽ റേറ്റ് 4,90,000. ഇതിൻ്റെ മാർക്കറ്റ് ഏകദേശം നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും. 5.25-6 അടുത്തൊക്കെ ആൾക്കാർ ചോദിക്കും. അതാണ് നിങ്ങൾക്ക് 4,90,000 കിട്ടാൻ പോകുന്നത്. 2017 പെട്രോൾ ജാസ്. മെയിൻ്റനൻസ് അത്രയും കുറഞ്ഞൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കിട്ടും, ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ളൊരു വാഹനം. എത്ര മാറ്റം വന്നു? ഇപ്പോൾ 75,000-80,000 രൂപയുടെ മാറ്റം വന്നു മാർക്കറ്റ് റേറ്റിന്. ഏകദേശം അതിനേക്കാൾ കൂടിയും കുറച്ചും ഇതാവും അല്ലേ? ഓക്കെ, അത്രയും മാറ്റം വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഫുൾ ഓണും ചാൻസ് ഉണ്ട്. ഫുൾ ഓണും ചാൻസ് കിട്ടുന്നൊരു വാഹനമാണ്. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ധൈര്യത്തോടെ എടുത്തോടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഹോണ്ടയുടെ ഒരു പെട്രോൾ ജാസ് ആണ്. ഒരു അടിപൊളി വാഹനം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാലോ. അടുത്തത് ഒരു അടിപൊളി കോമ്പാക്ട് SUV ആണ്. ഒരു ബ്ലാക്ക് എക്കോ സ്പോർട്ട് KL7 രജിസ്ട്രേഷൻ ആണ് അല്ലേ? എറണാകുളം വണ്ടി. ഓക്കെ, പറഞ്ഞോളൂ. 2019 സിംഗിൾ ഓണർ, ഏറ്റവും ന്യൂ ഷേപ്പ് അല്ലേ? ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. 2019 മോഡൽ കിടക്കാണ്. ഡീസൽ അല്ലേ വാഹനം? ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും, ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടുന്ന വണ്ടി. പിന്നെ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, ഒരു സേഫ്റ്റി ഫീലിംഗ്, അത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ഇത്രയും സേഫ്റ്റി ഇതിൻ്റെ അകത്ത് ഒരു മൈലേജും കിട്ടുന്നുണ്ട്. ഓടിക്കാനുള്ള സുഖം ഉള്ള ഒരു അടിപൊളി വാഹനം. ഓക്കെ, ഫീച്ചേഴ്സ് എന്താ വരുന്നത് വെച്ചാൽ 4 പവർ വിൻഡോസ് വരും, മിറർ അഡ്ജസ്റ്റ് വരും, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, പിന്നെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം വരുന്നുണ്ടല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിൽ ഏകദേശം 95-ന്റെ മേലെ ഉണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് 70% ടയേഴ്സ് ബാക്കിലുണ്ട്. ഇപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും വർക്ക് ഇപ്പോൾ ചെയ്യാനുണ്ടോ?
ഇല്ല വക്കില്ല വക്ക് ഒന്നുമില്ല. നിങ്ങൾ RF ഒക്കെ ചെയ്ത് വെച്ചാൽ RF ഒക്കെ ചെയ്ത് വെച്ചോ. റീഫർബിഷ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല, എടുക്കുന്ന ജസ്റ്റ് ഒരു ഓയിൽ സർവീസ് വേണേൽ ചെയ്യാം. ഇല്ല അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ജനറൽ സർവീസ് വേണമെങ്കിൽ ചെയ്തു. ജനറൽ സർവീസ് ഓയിൽ ചേഞ്ചിങ് ചെയ്ത് കൊടുക്കാം, അതും പ്രശ്നമല്ല. 2019 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ എക്കോസ്പോർട്ട്. എത്ര കൊടുക്കാം? 6,99 കൊടുക്കാം. 6,99,000 അല്ലേ? ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 7,40 7,50 ആ റേഞ്ചിൽ വരുന്നുണ്ട്. 7.5 മാർക്കറ്റ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ 6,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് എക്കോസ്പോർട്ട്. അപ്പോൾ താല്പര്യം പെട്ടെന്ന് വിളിക്കാം. മാക്സിമം ലോൺ കിട്ടുമോ? മാക്സിമം ലോൺ ഓക്കെ. 90% ഒക്കെ കയറുമോ? ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ വാല്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ലോൺ വരാൻ ചാൻസ് ഉണ്ട്. ഡിസ്കണ്ടിന്യൂ വെഹിക്കിൾ ആയതുകൊണ്ട് വില വ്യത്യാസം വന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് മാർക്കറ്റ് റേറ്റ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അടുത്ത നമുക്കൊരു ചെറിയ വണ്ടിയിലേക്ക് വരാം. ക്ലൈംബർ ആണ്, ക്വിഡ് ക്ലൈംബർ. ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് ക്ലൈംബർ എന്ന് പറയുന്നത്. ഈ ഒരു ഡ്യുവൽ ടോൺ, അതായത് ഡാഷ്ബോർഡും മിറേഴ്സൊക്കെ ഒരു ഡ്യുവൽ ടോണിൽ വരും. ഓക്കെ, ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ന്യൂ ഷേപ്പ് ആണല്ലേ? ന്യൂ ഷേപ്പ് 2019-20 രജിസ്ട്രേഷൻ. 19 മോഡലുണ്ട്, 20 രജിസ്ട്രേഷൻ. ഓക്കെ, ക്ലൈംബർ ആണ്. അത്യാവശ്യം ടച്ച് സ്ക്രീന്, 4 പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. 1000 cc ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT ഗിയർ ബോക്സ് ആണ് വരിക. ആവറേജ് നമുക്കൊരു 16 to 19 റേഞ്ചൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് അല്ലേ? നല്ലൊരു ക്യൂട്ട് വണ്ടി. ചെറിയൊരു വണ്ടി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓടിച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സിറ്റി ഡ്രൈവ് മാത്രമല്ല, ലോങ് ഡ്രൈവിൽ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓക്കെ, ഇത് എത്ര ഇപ്പോൾ ഓട്ടോ എത്ര? 56 സംതിങ് ഓടിയുണ്ട്. 56,000 സംതിങ് ഓടിയ വാഹനമാണ്. 2019-20 രജിസ്ട്രേഷൻ. അവർ 4 വർഷം കൊണ്ട് നോർമൽ ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 3,55 3,55,000 രൂപ ഫൈനൽ റേറ്റ്. അടിപൊളി ഓഫർ. 3,55,000. അതായത് ഇതിനിപ്പോൾ ഏകദേശം ഒരു മാർക്കറ്റ് ഒരു 4 lakh to 425, 4-4.5 ലക്ഷം വരെ മാർക്കറ്റ് വരുന്ന വാഹനമാണ്. അതിൻ്റെ ഇടയിൽ വണ്ടീൻ്റെ കിലോമീറ്റർ ക്വാളിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് വരുന്ന വാഹനമാണ്. നിങ്ങളിപ്പം 3,55,000 കൊടുക്കുന്നത്. ഈ ഒരു 55 ഇത്രയും വില കുറയ്ക്കുമ്പോൾ ഏകദേശം 10-60,000 രൂപയുടെ അടുത്ത് വില കുറഞ്ഞല്ലോ. അപ്പോൾ കുറയ്ക്കുമ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടായിട്ടാണോ എന്നുള്ള ഡൗട്ട് വരും. അല്ല, കംപ്ലയിൻസ് കാര്യങ്ങളല്ല. ഇനിയിപ്പം കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് 2 years വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതും ചെയ്യാൻ പറ്റും അല്ലേ? അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്താൽ. ഇതിപ്പോൾ അത്രയും വില കുറക്കുന്നതുകൊണ്ടാണ് വാറണ്ടി ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ എത്ര എടുക്കേണ്ടി വരും വാറണ്ടി എടുക്കുകയാണെങ്കിൽ? 8 രൂപേൻ്റെ ഉള്ളിലാണെങ്കിൽ 2 years വാറണ്ടി കൊടുക്കും. 2 years വാറണ്ടി കിട്ടും. ഓക്കെ, നിങ്ങൾ അഡീഷണൽ എടുത്താൽ എന്നാലും ലാഭമാണ്. എന്നാലും നിങ്ങൾ പുറത്തുപോയി എടുക്കുന്നതിനേക്കാൾ ലാഭമാണ്. അത്രയും വില കുറവിലാണ് തരുന്നത്. 3,55,000 2019 മോഡൽ 20 രജിസ്ട്രേഷൻ 56,000 കിലോമീറ്റർ ഓടിയ ക്ലൈംബർ കൊണ്ടുപോകാം. അല്ല, ഓട്ടോമാറ്റിക് വാഹനം. ഫുൾ ഓണും കിട്ടും, ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ടിയാഗോ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. ന്യൂ ഷേപ്പാണ്. ഇതിൽ വരുമ്പോൾ 5 star സേഫ്റ്റി റേറ്റിംഗ് വരുന്ന അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണാണ്. 36,000 കിലോമീറ്റർ ഓടിയ XT 20 മോഡലിൽ 36,000 നോർമൽ ഓട്ടം. XT ആണ് അല്ലേ? AC, പവർ സ്റ്റിയറിംഗ്, ഫോളോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഒക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, എന്തെങ്കിലും വർക്കോ ക്ലെയിമോ എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു ക്ലെയിം ചെയ്തിട്ടുണ്ട്. ബാക്കിൽ മീൻസ് മേജർ ഇതൊന്നല്ല, ഡിക്കി ഒരു ചെറിയൊരു പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പരിക്കോ മേജറായിട്ട് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, നോർമൽ ഓട്ടോ ഓടിയ വണ്ടി. ടിയാഗോ ആണ്, മാനുവൽ ആണ്. മൈലേജ് ഒരു 15 to 17 14 to 17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. 1.2 ലിറ്റർ അല്ലേ? ഏകദേശം എനിക്കൊന്ന് മാർക്കറ്റ് റേറ്റ് 5 ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും. 5 ലക്ഷം 2020 അല്ലേ? XT. ഓക്കെ, 5 ലക്ഷത്തിൻ്റെ അടുത്ത് ഏകദേശം മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 4,60,000 ലാസ്റ്റ്. 4,60,000 രൂപയ്ക്ക് 2020 XT ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലാസ്റ്റ് റേറ്റ് ആണ്. അത്രയും ഒരു മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? അത്രയും മാറ്റം വന്നു. ഫുൾ ഓണിന് ചാൻസ് ഉണ്ടാവും. ഫുൾ ഓണിന് ചാൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. നല്ലൊരു അടിപൊളി ടിയാഗോ ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? KL 65 രജിസ്ട്രേഷൻ വരുന്ന ഒരു പോളോ GT ആണ് അടുത്ത വാഹനം അല്ലേ? ഒരു പെർഫോമൻസ് കാർ TSI. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2016 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെക്കൻഡ് ഓണറാണ് വണ്ടി. 16 DSG ഗിയർ ബോക്സ് വരുന്ന GT ആണ്. DSG ഗിയർ ബോക്സ് അറിയാലോ?
ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കലി. ലാഗ് കാര്യങ്ങൾ കുറയും. അതെ, പറയുള്ളൂ ബാക്കി. പിന്നെ നമുക്ക് ഇപ്പോൾ ചോദ്യം വരുന്നത് 5,99,000 5,99,000 രൂപ. 5,99,000 2016 GT 5,90,000 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം 5,99,000 രൂപയ്ക്ക്. ഏകദേശം മാർക്കറ്റ് എനിക്ക് തോന്നുന്ന ഒരു 7-7.5 വരെ റേഞ്ച് മാർക്കറ്റ് വരുന്ന വാഹനമാണ്. ചെറിയൊരു ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ്സാ? മെയിൻ ഗ്ലാസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ മേജർ ആയിട്ട്? ഇല്ല, ആപ്രോൺ കാര്യങ്ങൾ അങ്ങനത്തെ മേജർ ആയിട്ടില്ല. സൈഡും ക്വാർട്ടർ പാനലും ഗ്ലാസും. ഓക്കെ, ഫെൻഡർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഒരു പരിക്കില്ല? ഇല്ല, വേറെ ഒരു. ഓക്കെ, അപ്പോൾ 5,99,000 കിട്ടാൻ പോകുന്നത്. 2016 GT സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഈ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഏകദേശം അത്രയും വില വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ കിട്ടോ? ഫുൾ ഓൺ ട്രൈ ചെയ്തോ? ട്രൈ ചെയ്യാൻ പറ്റും. വെച്ചാൽ നമുക്ക് പോളോ ഒക്കെ ആകുമ്പോൾ ഡിസ്കണ്ടിന്യൂ വെക്കില്ലല്ലോ, അതിൻ്റെതായ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. കസ്റ്റമേഴ്സിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും അത്രയും മാർക്കറ്റ് റേറ്റ് വരുന്ന വണ്ടിയാണ്. 7 to 750 ഒക്കെ മാർക്കറ്റ് റേറ്റ് വരുന്ന വണ്ടിയാണല്ല. അതാ പറഞ്ഞാൽ ഫുൾ ഓഫർ 5,99,000 ഇപ്പോൾ കിട്ടുന്നത്. അടുത്ത വണ്ടിയിലേക്ക് വരാം. ഓക്കെ, വെറും 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഡീസൽ എക്കോ സ്പോർട്ട് കൊണ്ടുപോകാം. ആ ഒരു വാഹനമാണിത് അല്ലേ? ഏതാ മോഡല്? 2017 മോഡൽ. 17 മോഡൽ വണ്ടി വെറും 4 ലക്ഷത്തിന് കൊണ്ടുപോകാം അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. എല്ലാം വരുന്നുണ്ട്, സ്റ്റീരിയോ എല്ലാം ഉണ്ട്. ഓക്കെ, ഫുൾ ഓൺ ഒന്നും പറയാനില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഫുൾ ഓൺ കൊടുക്കും. ഫുൾ ഓണിൽ 2017 ഡീസൽ എക്കോ സ്പോർട്ട്, ഏകദേശം ഒരു 17-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഡീസൽ എക്കോ സ്പോർട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം വെറും 4 ലക്ഷം രൂപയ്ക്ക്. മാർക്കറ്റ് എങ്ങനെ പോയാലും ഒരു 5 റേഞ്ചിൻ്റെ ഉള്ളിൽ, 5 ആ റേഞ്ചിൽ എന്തായാലും വരില്ല. 5-5.25 റേഞ്ച് മാർക്കറ്റ് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വെറും 4 ലക്ഷത്തിന് കിട്ടുന്നത്. 1.5 ലക്ഷം രൂപയുടെ മാറ്റം ഓൾറെഡി വന്നു. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? നമ്മളൊരു ചെറിയ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. സാൻഡ്രോണ് KL 54 രജിസ്ട്രേഷൻ. ഏതാ മോഡല്? 2014 മോഡൽ. 2014 സാൻഡ്രോൺ അല്ലേ? സിംഗിൾ ഓണറാണ്. പിന്നെ 1.25 ഓടിയിട്ടുണ്ട്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ അങ്ങനെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്. 2014 1.25 ഓടിയ വണ്ടി. AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ ഫ്രണ്ടിൽ പവർ വിൻഡോസും വരും. 2 ഡോർ പവർ വിൻഡോ വരും. എല്ലാം ഫംഗ്ഷനെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം ഓക്കെയാണ്. സാൻഡ്രോ ആണ്. ഒരു 12 to 15 ഏകദേശം മൈലേജും കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ആൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. ഓൾട്ടോ 800 ഒക്കെ കമ്പയർ ചെയ്ത് വെക്കുന്ന ടൈം കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ആൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര പ്രൈസിങ്? 1.70 ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആയിട്ട്. 1.70 2014 സാൻഡ്രോ GLS നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ സാൻഡ്രോയിൽ? ലോണ് 2014 ട്രൈ ചെയ്ത് നോക്കാനേ പറ്റും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാൽ കിട്ടി. അടുത്ത ഹ്യുണ്ടയുടെ i10 ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2010 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. പിന്നെ നമുക്കൊരു ആസ്റ്റീസ് കണ്ടീഷനിലാണ് ഇത് കൊടുക്കുന്നത്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് സ്പോർട്സ് ആണ് വരുന്നത്. സ്പോർട്സ് ആണ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓക്കെ, അത്ര ഓപ്ഷൻ വരുന്നുണ്ട്. സ്പോർട്സ് 2010 എത്ര കൊടുക്കാൻ പറ്റും? 99,000 രൂപ. 99,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് അല്ല? ഫൈനൽ റേറ്റ്. 2010 സ്പോർട്സ് ഓപ്ഷൻ വരുന്ന i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. നേരത്തെ സാൻഡ്രോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 12 to 15 ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു വണ്ടി. ഒരു ക്ലീൻ വണ്ടി അല്ലേ? പുറകിൽ അത്യാവശ്യം നല്ല ടയർസ് ഉണ്ട്. ഒരു 70% ഉണ്ട്. ഫ്രണ്ടിൽ ആവറേജ് ഉള്ളൂ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു ഡീസൽ ക്രോസ് പോളോ ആണ് അടുത്തത്. ഡീസൽ എന്ന് പറയുമ്പോൾ 1.5 ഇത് വരുന്നത്. 1.5 പെർഫോമൻസും മൈലേജും ലഭിക്കുന്നൊരു വാഹനമാണ്. എന്തായാലും 20ൻ്റെ അടുത്തുണ്ടാവും മൈലേജ്, ഏകദേശം കിട്ടും. നല്ല പെർഫോമൻസ് ആണ്. ചവിട്ടിയ പറക്കുന്നൊരു വണ്ടി. ക്രോസ് പോളോയിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വരും അഡീഷണലി. പിന്നെ റൂഫ് റെയിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മിറേഴ്സിൽ വരുന്ന കളർ ചേഞ്ച്, അതാണ് ക്രോസിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയാം അല്ലേ? ഇത് ടോപ്പ് ആണല്ലേ? ഹൈ ലൈനാണല്ലേ? ഓക്കെ, അടിപൊളി ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതേതാ മോഡൽ? എങ്ങനെയാ? 2014-15 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർ ആണ്. 89 സംതിങ് ഓടിയിട്ടുണ്ട്. 89 സംതിങ് ഡീസലിലാണ്. ഡീസലിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ഓട്ടമല്ല, കിലോമീറ്റർ. ഓക്കെ, വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഓക്കെ, എങ്ങനെയായാലും ഒരു 1-1.5 എത്തേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അവിടെയാണ് ഈ 1 കിലോമീറ്റർ അല്ല? അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടി. അതെ, തീർച്ചയായും. നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 3.80 ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആയിട്ട് കൊടുക്കും. 3,80,000 രൂപയ്ക്ക് 14 മോഡൽ 15 രജിസ്ട്രേഷൻ ഹൈലൈൻ ക്രോസ് പോളോ കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഇത്രയും അടിപൊളി ഒരു പോളോ ഡീസൽ വണ്ടി കിട്ടാൻ പോകുന്നത്. മാക്സിമം ലോൺ വരുമോ? മാക്സിമം ലോൺ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വോൾസ്വാഗൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ ആകുമ്പം
ഡിസ്കണ്ടിന്യൂ വെഹിക്കിൾ അല്ല, അപ്പോൾ അതിൻ്റെതായ ലോണിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്തു. ഓക്കെ, ഇതാ വീണ്ടും സാൻഡ്രോ ആണ്, KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. നമ്മൾ നേരത്തെ കണ്ട അതേ ഷേപ്പ് വണ്ടി അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? 2010 മോഡൽ, സെക്കൻഡ് ഓണറാണ്. 98 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, 2010. എത്ര കൊടുക്കാം? 80,000 രൂപ കൊടുക്കും. 80,000-ന് 2010 മോഡൽ സാൻഡ്രോ കൊണ്ടുപോകാം. 80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണോ കാര്യമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു മോഡലിൻ്റെ പഴക്കമല്ലുണ്ട്. പിന്നെ ലോൺ ഇട്ടാൽ നഷ്ടമാണ്. ഓക്കെ, നല്ലൊരു ഫാമിലി യൂസിനും പറ്റും, ഡ്രൈവിംഗ് പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു വണ്ടി അല്ല. 80,000 രൂപയ്ക്ക്. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു സെഡാൻ കാറ്റഗറി വാഹനവും നമ്മൾ കാണിക്കുകയാണ്. ഹോണ്ട സിറ്റി ആണ് അല്ലേ? KL7. എങ്ങനെയാണ് കാര്യങ്ങൾ? 2017 മോഡൽ. SV ആണ് ഓപ്ഷൻ വരുന്നത്. SV, എസിൻ്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. 2017 AC പവർ സ്റ്റോറി, 4 പവർ വിൻഡോ, സെറ്റർ ലോക്ക്, സ്റ്റീരിയോ, എയർ ബാഗ്, സീറ്റ് അഡ്ജസ്റ്റർ എല്ലാം വരുന്ന വാഹനമാണ് അല്ലേ? ഹൈറ്റ് അഡ്ജസ്റ്റർ. ഓക്കെ, പറഞ്ഞോളൂ. 2017 സിംഗിൾ ഓണറാണ്. 45 സംതിങ് ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ആണ്. മാനുവൽ പെട്രോൾ സിറ്റിയാണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും കിട്ടും അല്ലേ? ഓക്കെ, 1.6. ഹോണ്ട സെഗ്മെന്റ് പറയുമ്പോൾ ജിതിയുടെ കോൺഫിഡൻസ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളും. എത്ര കൊടുക്കാം ഇത് നമുക്ക് നെറ്റ് റേറ്റിൽ 6 ലക്ഷം രൂപ കൊടുക്കും. 6 ലക്ഷത്തിന് 2017 SV ലോ കിലോമീറ്റർ, 45,000 കിലോമീറ്റർ ഓടി ഒരു അടിപൊളി ഹോണ്ട സിറ്റി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നല്ലൊരു വാഹനം, ഒരു പ്രീമിയം സെമി പ്രീമിയം സെഗ്മെൻറ്റ് കാറ്റഗറിയാണ്. കൊണ്ടുനടക്കാൻ പറ്റിയൊരു അടിപൊളി വണ്ടി അല്ല? ലോണ് ഒരു 90% കിട്ടുമോ? ഇതിന് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 6.5 മേലെ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ മാക്സിമം പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കാം. ഫുൾ ലോണും ഇല്ല, പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കി വാല്യൂഷനും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ ലോണിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും മാക്സിമം ഫുൾ ലോൺ ആണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും. ഓക്കെ, അത്രയും വ്യത്യാസം മാർക്കറ്റ് റേറ്റിൽ വന്നു കഴിയുകയും ചെയ്തു അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു Volkswagen Polo വന്നിരിക്കുകയാണ്. അടുത്ത വാഹനം എങ്ങനെയാണ്? 2013 പെട്രോളാണ് വേരിയന്റ് വരുന്നത്. കംഫർട്ട് ലൈൻ 13 പെട്രോൾ കംഫർട്ട് ലൈൻ ആണ് അല്ലേ? 46 സംതിങ് ഓടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കിലോമീറ്റർ. ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ്, പക്കയാണ്. ഓക്കെ, ടയർ കാര്യങ്ങളുണ്ട്. ഒരു 60% മേലെ ടയേഴ്സ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പെട്രോളാണ്. മെയിൻ്റനൻസ് സൈഡ് വലിയ ഡീസലിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ധൈര്യമായിട്ട് എടുക്കാൻ പറ്റൊരു വണ്ടി. 1.2 3 സിലിണ്ടർ കേട്ടോ. 3 സിലിണ്ടർ 1.2 3 സിലിണ്ടറാണ്. മൈലേജ് ഒരു 11 to 15 ആ റേഞ്ചിൽ ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റും. എത്ര കൊടുക്കാൻ പറ്റും ഇത്? 3.40 നെറ്റ് റേറ്റ് ആയിട്ട് കൊടുക്കും. 3,40,000 രൂപയ്ക്ക് ഒരു ലോ കിലോമീറ്റർ പോളോ കൊണ്ടുപോകാം. ഒരു 3 ലക്ഷം വരെ ലോൺ കിട്ടുമോ? നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 13 മോഡൽ 3.40 ഒരു പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഡീസൽ നെക്സോൺ കാണാം നമുക്ക്. നെക്സോണിൻ്റെ ഫസ്റ്റ് ഷേപ്പാണ്. നല്ല മൈലേജ് ഉള്ളൊരു വാഹനം. എങ്ങനെയാണ്? ഡീസലാകുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട്. എന്തായാലും 18 കിട്ടും. 18-20. ഓക്കെ, 2019 സിംഗിൾ ഓണർ. 19 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് അല്ലേ? 1.20 ഓടിയിട്ടുണ്ട്. കമ്പനി പ്രോപ്പർ കമ്പനി ഹിസ്റ്ററിയാണ്. ഫുൾ ഹിസ്റ്ററി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ഫുൾ ലോൺ എന്തായാലും കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഒരു 6.60 IDV വാല്യൂ വരുന്നുണ്ട്. നമ്മളെ ചോദ്യം 6.40. ഓക്കെ, അപ്പോൾ ഏകദേശം ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വാഹനമാണ്. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി, ഫുൾ ഹിസ്റ്ററി കമ്പനിയിൽ നിന്നാണ്. 2019 മോഡൽ നെക്സോൺ. ഫുൾ ഓപ്ഷൻ ഇത്? ഫുൾ ഓപ്ഷൻ അല്ല, XM ആണ് അല്ലേ? ഓക്കെ, ഡീസലാണ്. മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. 6.40 കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റ് അതാണ്. IDV വാല്യൂ 6.60 ഉണ്ട്. 6.40 ആണ് നമ്മളെ ആസ്കിംഗ്. ഏകദേശം നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഡീസൽ കാര്യങ്ങളൊക്കെയാണ്. ഡീസലാണ്, പെട്രോൾ അല്ല. പെട്രോളിൻ്റെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. എക്സ്പ്രസോ KL71 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? 2021 ലോ കിലോമീറ്റർ, 30 സംതിങ് ഓടിയതല്ലോ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4.20 കൊടുക്കാം. 4,20,000 രൂപയ്ക്ക് 2021 മോഡൽ VXI പ്ലസ്. ഇത് VXI പ്ലസ് റിവേഴ്സ് ക്യാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? VXI പ്ലസ് 2020 മോഡൽ 21 മോഡൽ 4.20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. VXI പ്ലസ് ഫുൾ ഓപ്ഷൻ എക്സ്പ്രസോ. ഒരു 17-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കാന്നുള്ള ഫീൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു അടിപൊളി വണ്ടി. ഒരു 90% ലോൺ കിട്ടുമല്ലോ. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു ടാറ്റ നെക്സോൺ. ഇപ്പം ഇറങ്ങുന്നത് തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ല? ഓക്കെ,
2020 മോഡൽ. 20 നമ്മൾ നേരത്തെ ഡീസൽ കാണിച്ചത് 2019 ഷേപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇത് പെട്രോളാ? പെട്രോൾ വരുന്നുണ്ട്. 20 അല്ലേ? 2020 XM ആണ് ഓപ്ഷൻ എടുത്തത്. XM സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ്. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. പക്ഷേ അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 73 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. വേറെ അങ്ങനെ മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 6 ലക്ഷം രൂപ കൊടുക്കും. 6 ലക്ഷത്തിന് 2020 നെക്സോൺ XM ഓപ്ഷൻ വരുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. അത്യാവശ്യം ഞാൻ പറയില്ല, സേഫ്റ്റിയാണ്. പിന്നെ കുറച്ചും കൂടി XUV ടൈപ്പായി. ഈ ഒരു പ്രൈസിന് SUV സെഗ്മെന്റ് ആണ്, കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. അപ്പോൾ 6.25 വരെ നമുക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ 6 ലാഖിന് ഫൈനൽ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ വണ്ടികൾക്കെല്ലാം അഡീഷണൽ ആയിട്ട് വാറണ്ടി ചെയ്യാൻ പറ്റും. 2016 ശേഷമാണെങ്കിൽ 1 ഇയർ, 18 ശേഷമാണെങ്കിൽ 2 ഇയേഴ്സ് വാറണ്ടി അഡീഷണൽ ആയിട്ട്. അഡീഷണൽ നിങ്ങൾ കോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്തു തരാൻ പറ്റും. നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ അഡീഷണൽ കൊടുത്ത് ചെയ്യാം. കാരണം ഏകദേശം ഫൈനൽ റേറ്റ് ആണ് എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ആർക്കെങ്കിലും കാറ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു അടിപൊളി അവസരമാണ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കണം എന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിലും കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. അപ്പോൾ മാക്സിമം വിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. അർജു, നന്ദി, ബൈ.